ഇന്ന് ഇനി കാടത്തില്ല മോനെ. കുറെ ദൂരെന്ന് വരിക കൃഷ്ണപുരത്തുനിന്ന്. ബസ് ഇവിടെ വന്നപ്പോ വൈകി. രാജവർമ്മ തമ്പുരാന്റെ കോലത്തേക്കുള്ള വഴി ചോദിച്ചപ്പോ ഭയ എളുപ്പം ഇത് തന്നെയാ. എന്നാലും ദൂരം കുറെ തൊയണേ. ഞമ്മക്ക് പോവാൻ സമയായി. ഒരു ഉപകാരമായിട്ട് കരുതിയാ മതി. ആദ്യമായിട്ട് ഈ നാട്ടില്. ഏതായാലും തമ്പ്രാന്റെ വീട്ടിലേക്കല്ലേ, മുടക്കാൻ പറയതല്ലേ ഞമ്മള്. കേറി. തമ്പുരാനെ കാണാൻ. ആരാ? എന്താ? എവിടുന്നാ?
രാജരാജവർമ്മ തമ്പുരാനെ ഒന്ന് കാണാൻ. എന്താ കാര്യം? ഒന്ന് കണ്ടാ മതിയായിരുന്നു. ചേടാ, എന്താ കാര്യച്ചാ പറയണോ? അവിടെ പറയണതും ഇവിടെ പറയണതും ഒരുപോലെ തന്നെയാ. തമ്പുരാന്റെ കൂടെ നിന്ന് എന്തെങ്കിലും. ഇവിടെ ഇപ്പൊ ആരെ ആവശ്യമില്ല. ഇങ്ങനെ രാത്രിയിൽ ഒരു ദിക്കിൽ ചെന്ന് പെട്ടാലേ അന്നത്തേക്കുള്ള വട്ടം നോക്കുക. അതിനായി അമ്പലും സത്രമൊക്കെ അവിടെ ചെന്ന് ശ്രമിക്കുക. ചുറ്റിപ്പറ്റി നിൽക്കണ്ട. ഇനി നാളെ ഇവിടെ കണ്ടുപോരുത്. വേഗം വേഗം പോവാ 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 പോവാ. കടകക്കാരന്റെ ജോലി കൂടി നോക്കേണ്ട ഗതികേടായിപ്പോ നമുക്ക്. കോലോത്ത് പോയി പറയണതാ ബുദ്ധി. ഇനിയിപ്പോ അയാളെ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. നടയടച്ച അപ്പൊ എഴുന്നള്ളു ഓരോരോ ആളുകള്. തുറന്ന സമയത്ത് വന്നുകൂടെ? പായസം ഉണ്ടായിരുന്നു, പ്രസാദങ്ങൾ മുഴുവനും ബാക്കി. തിരുമേനി, ഞാൻ വഴിപാടിന് വന്നതല്ല, ഒരഭ്യർത്ഥിയാ. ദൂരേന്ന് വരിക. കഥകളി വേഷക്കാരനായിരുന്ന കൃഷ്ണവാര്യരുടെ മകനാ. നമ്മുടെ പൂതന കൃഷ്ണവാര്യരുടെ മോനോ? എന്താ ഈ കേക്കണത്? അരങ്ങത്തും പുറത്തും മിശ് കണ്ടിട്ടുണ്ട്. ഇപ്പോഴും വേഷമൊക്കെ കെട്ടുണ്ടല്ലോ അല്ലേ? ഞങ്ങൾ ഏകദേശം സമപ്രായക്കാരാ. അച്ഛനില്ല, എല്ലായിട്ട് ഒരമ്മാവനേ ഉള്ളൂ. വാര്യത്ത് നിത്യവൃത്തി എന്നെ നന്നേ വിഷമ. എന്താ ഉണ്ടായ അച്ഛൻ? അവസാനം എന്തായിരുന്നു അസുഖം? ഓ, തുടങ്ങി തന്റെ വായ നടക്കിയ. ആട്ടെ, എന്താ തന്റെ വരവിന്റെ ഉദ്ദേശം? അത് പറയാ. ഇവിടെ കോലോത്ത് തമ്പുരാന്റെ അടുത്ത് സംഗീതം പഠിക്കണമെന്നായിരുന്നു മോഹം. അങ്ങനെ അന്വേഷിച്ചിറങ്ങിയതാ. ആ പഠിക്ക ചെന്നപ്പം അവിടുന്ന് ഒരാൾ അകത്തേക്ക് കടക്കാൻ വിട്ടില്ല. തമ്പുരാനെ ഒന്നും കാണാൻ കൂടി സമ്മതിച്ചില്ല. തിരിച്ചു പോകാച്ച ഈ രാത്രിയില് ആദ്യമായിട്ട് പുറത്തിരിക്കല് പോണേ. പണവും കഷ്ടിയാണേ. തൽക്കാലം ഒരു അഭയം കിട്ടിയ. ഏതായാലും വന്ന കാലം നിൽക്കണ്ട, തന്ത്രിമഠത്തിലേക്ക് പോവുക. എന്തെങ്കിലും വഴിയുണ്ടോന്ന് ആലോചിക്കാം. എന്താ? ആ, പറഞ്ഞ പോലെ എന്താ തന്റെ പേര്? അനന്തകൃഷ്ണൻ. ഓ, പോന്നോളൂ. കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ. വരിക, ഇരിക്ക. ഇരുന്നോളുക. ഞങ്ങൾ അന്യരല്ലെന്ന് ധരിക്കുക. ഞാനൊരു കളിഭ്രാന്തന. അസാധ്യ സ്ത്രീവേഷമായിരുന്നു കൃഷ്ണവാര്യരെ. നമുക്കൊരു അഭിമാനം തന്നെയായിരുന്നു. വക്കത്ത് കളി അന്നാ ഞാൻ നടാടെ കാണുന്നത്. ഭ്രമിച്ചു പോയി ഞാൻ. അരങ്ങത്ത് കണ്ടാൽ സാക്ഷാൽ പരമശിവനാണെങ്കിലും ഭ്രമിച്ചു പോവും. അണിയറ ചെന്ന് നോക്കിയപ്പോ ബീഡിയും വലിച്ച് മൂലയ്ക്ക് ഇരിക്കുക. മെലിഞ്ഞ് നീണ്ട ഒരാൾ. സാത്വികനായിരുന്നേ. തനിക്ക് മാല കെട്ടാ അറിയോ? ഒരുവിധം. മറ്റു കഴക ജോലികളോ? അറിയാം. ജോലി അത്ര എളുപ്പമല്ല. ഉദയ അസ്തമയം കാണാൻ പറ്റാത്ത ജോലിയാ. എല്ലാവരും അവനവന്റെ തൊഴിൽ കഴിഞ്ഞിറങ്ങുമ്പോഴാ നമ്മൾ അകത്ത് കയറുക. എല്ലാരും ജോലിക്ക് കയറുമ്പോ നമ്മൾ പുറത്തിറങ്ങും. ഊണും ഉറക്കമൊക്കെ ഒരു വകയാ. എന്താ പറ്റുവോ? ഏതും സമ്മത. എന്നാ കോലൂത്ത് പറഞ്ഞേക്കാം. ഇവിടെ അടിയന്തരക്കാരൻ പോയിരിക്ക. പകരത്തിന് പലരും വന്നു. ആരെയും മനസ്സിന് പിടിക്കാത്തതുകൊണ്ട് അങ്ങോട്ട് ഉറപ്പിച്ചില്ല. ഈ സഹായം ജീവനുള്ളിടത്തോളം മറക്കില്ല. ഞാനിപ്പോ വരാം. ഒന്ന് പുറത്തേക്ക് ഇറങ്ങിട്ട് വരാം. ആ, നമുക്ക് ഊണ് കഴിക്കാം. മാരാര്? ഏയ്, അയാള് ഒരാഴ്ച വൈകും. 4 കാലിലാവും അടക്കം. രാത്രി അന്നം വേണ്ടി വരില്ല. ഞാനിട്ട് കൊടുക്കില്ലേനും. മോര്, ഒരു കാന്താരി, കടുവാങ്ങ കൂട്ടാൻ ഇത്രേ ഉള്ളൂ. വരിക. ഒട്ടും വേണ്ട, നിറഞ്ഞു. ഓ, നടന്നോട്ടെ നടന്നോട്ടെ. ധാര മുറപ്രകാരം നന്നായിട്ട് നടന്നോട്ടെ. അസുഖമില്ലാത്തവർക്ക് ഇവിടെ ജീവിക്കണല്ലോ. അക്ഷയലിംഗ വിഭോ തന്നെ പ്രധാന കീർത്തനായി പാടിയാൽ ഐശ്വര്യാവും. ശങ്കരാഭരണം പാടിയ തീരാത്ത രാഗാടോ. കച്ചേരി അങ്ങോട്ട് ഇടിക്കില്ല. കല്യാണിയെ തോടിയ പാടാം. പിന്നൊക്കെ അമ്മ തോന്നിക്കും പോലെ. ഉണ്ണിമായേ, സന്ധ്യക്ക് മുമ്പ് ഇറങ്ങണം. മൃദംഗം രാമൻകുട്ടിക്ക് ഒരു നേരിയ പരിക്കുള്. വരാൻ പറ്റുന്ന തോന്നുന്നില്ലാന്ന്. മഞ്ഞുകൊണ്ട് അസുഖം കൂട്ടാന്ന് ഞാനും പറഞ്ഞു. പകരത്തിന് ആരായിപ്പോ? അത് ഏർപ്പാടാക്കിണ്ട് നമ്മളെ കൃഷ്ണസ്വാമി. ഇവിടത്തേക്ക് അറിയും. വിളിക്കാത്ത താമസം അയാള് റെഡി. നിറമാലയ്ക്ക് തൊഴാനുണ്ടാവുന്ന പുതുമണിയോട് പറഞ്ഞേക്കു പോറ്റിയെ. കേമാവണം. ഓ, ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. ആ പുതുമന, അപ്പോഴേ തമ്പുരാന്റെ വരവുണ്ട്. ദീപാരാധനയ്ക്ക് നിറമാല ഗംഭീരാവണം. സത്യമാണോ താനീ പറയണേ? പിന്നല്ലാതെ. സന്ധ്യക്ക് ഇവിടെ തൊഴുതിട്ട് വേണം അദ്ദേഹത്തിന് ഏറ്റുമാനൂർക്ക് പോവാൻ.
കച്ചേരി കൃത്യം 10 മണിക്ക് തുടങ്ങണ ചേട്ടാ. ഒരു കാരണവശാലും ദീപാരാധന വൈകരുന്ന് തമ്പുരാന്റെ പ്രത്യേക ഓർഡറാ. അവിടെ ഇവിടെയും പരിങ്ങി നിന്ന് തടപ്പള്ളിയിലെ പുകയും കൊണ്ട് പൂജയ്ക്ക് നടയടയ്ക്കാൻ വൈകിയ സമാധാനം അവിടെ പറയേണ്ടി വരും. അനന്താ, ഈ മാരാൻ എവിടെ പോയി കിടക്കുക? പണി പാതാളത്തിലാവുന്ന തോന്നുന്നു എന്റെ കിട്ട. കോലൂത്ത വകയാണ് നിറമാല. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനിയൊന്നും ചെയ്യാനില്ല. ചാണാൻ ചോന്നവനും നാറും അത്ര തന്നെ. 4 നേരം ഷാപ്പില് വന്നാ പറയാനുണ്ടാവും 100 കൂട്ടം പ്രാരാബ്ധങ്ങള്. പോലും പറയിക്കാനൊരു സൃഷ്ടി. അല്ലാണ്ട് എന്താ പറയാ? ദീപാരാധനയ്ക്ക് അടയ്ക്കുമ്പോഴെങ്കിലും അയാളെ കണ്ടില്ലെങ്കിൽ ഇല്ലത്തേക്ക് ഒളിച്ചോടി പോകേണ്ടി വരും. തമ്പുരാൻ തൊഴാൻ വരാറായാലും എന്റെ കിട്ട. ഞാൻ പോയി അന്വേഷിച്ചു വരാം. വേണ്ട, കള്ള് ഷാപ്പ് തപ്പി നടക്കേണ്ടി വരും. പരിചയം ഉണ്ടാവില്ല എനിക്ക്. അതൊന്നും സാരില്ല, ഞാൻ പോയി അന്വേഷിച്ചു കൊണ്ടുവരാം. ഇനി തന്നെ നോക്കാൻ ഞാൻ വരേണ്ടി വരുമോ? കണ്ടാലും കണ്ടില്ല ചടയെന്ന് വരും.